മണി. ഓ എന്താ മണി, പിന്നെ എന്തായാലും മണിക്കൂറിന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങ് അംഗീകരിക്കണ്ടേ? എങ്ങനെ അംഗീകരിക്കണോന്ന്? എങ്ങനെ ചില നാട്ടു നടപ്പൊക്കെ ഇല്ലേ, അതുപോലെ നമ്മൾ ചെയ്യണ്ടേ? എന്തോന്നാണ് മനസ്സിലിരിപ്പ്? അതനുസരിച്ച് ഞാൻ ഉത്തരം പറയാം. മറ്റേക്ക് പറഞ്ഞേ, എന്തോ ഉദ്ദേശിക്കണമെന്ന്? എടി, അവര് കല്യാണം കഴിച്ച് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതുപോലെ തന്നെ അവരെ വിളിച്ച് ഒരു നല്ലൊരു സദ്യ, ഒരു വിരുന്ന് കൊടുക്കണ്ടേ? പിന്നെ അടുത്ത ബന്ധുക്കളെയും വേണ്ടപ്പെട്ട കൂട്ടുകാരെയും വിളിച്ച് ഒരു റിസപ്ഷനും കൂടെ നടത്തണ്ടേ? അയ്യോ, സകല ബന്ധുക്കളുടെ അനുവാദത്തോടു കൂടി ജാതകം നോക്കി മുഹൂർത്തം കുറിച്ച് കല്യാണം കഴിച്ചാണല്ലോ. അയ്യോ, തോന്നിയസത്തിന് വിളിച്ചോണ്ട് വന്നതാണ് അതിനെ. പിന്നെ ഇനിയിപ്പോ ചടങ്ങ് നടത്തണം. ഒരു ചടങ്ങിന്റെ ആവശ്യമില്ല രവിയേട്ടാ. എന്തായാലും കല്യാണം നടന്നോ? ആരറിഞ്ഞാലും ആരറിയാതെ നടത്തിയായിരുന്നാലും ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തോന്ന് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നീ എന്തോന്ന് മണി ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ഒരേ ഒരു ആങ്ങളെയാണ്, എന്റെ അളിയനും. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു ചിന്ത അങ്ങേർക്കുണ്ടായില്ലല്ലോ. നാട്ടുകാരെ മുന്നിൽ തല ഉനിക്കേണ്ടുന്നത് ആര്? രവിയേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം, ഒരു ചടങ്ങ് നടത്തേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ അങ്ങ് പോയാൽ മതി. പിന്നെ അംഗീകരിച്ച് ആരതി ഒഴിയാൻ വേണ്ടിട്ട്. എന്തോന്ന് മണി, ആ ശ്രീകുട്ടി എന്തോ ഒരു കുഴപ്പം? നല്ല കുട്ടിയല്ലേ? അയ്യോ, എന്തൊരു തങ്കപ്പടം പോലത്തെ കൊച്ച്. എന്റെ രവിയേട്ടാ, ശ്രീകുട്ടി എന്നുള്ള പേരേക്കുമ്പോൾ തന്നെ എനിക്ക് കാലിന്ന് പെരുത്തരും അറിയാലോ. പണ്ട് വാടകക്കാരിയായിട്ട് ഇവിടെ താമസിക്കുമ്പോ എന്റെ അടുത്ത് എന്തൊക്കെ പോരെടുത്തിട്ടുണ്ട്. ഇനി നാത്തൂനായി വന്നാൽ ഞാൻ എന്തൊക്കെ സഹിക്കണം എന്ന് ഓർക്കണ്ടോ? അവളെ വിചാരം എന്തോന്നാണ്? ഒരു SI അല്ലേ? വിചാരം കണ്ടു കഴിഞ്ഞാൽ മറ്റേ IPS ആരെയാണെന്ന് തോന്നും. ഇതൊക്കെ നിന്റെ തോന്നലാണ്, പിന്നെ അല്ലാതെ. മണി, ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആൾക്കാരാണ് കേട്ടോ. ഒന്നും ചെയ്യണില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്റെ ഇഷ്ടം തന്നെ ചെയ്യണം. എന്റെ സഹോദരന്റെ കാര്യമില്ല, ഞാൻ തീരുമാനിച്ചോളാം. നീ കടന്ന് ഉറങ്ങാൻ നോക്ക്. എന്റെ പണി ഇരുന്നിട്ട് ഞാൻ ഉറങ്ങും. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, വാശി വെച്ചോണ്ടിരിക്കാൻ. സ്വന്തം സഹോദരിയുടെ കാര്യം വന്നപ്പോ ഞാൻ കണ്ടത് തന്നെ. കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ? പാവം മണിക്കൂട്ടൻ. ഇനി സദ്യയും കൊടുത്ത് വിരുന്നും കൊടുത്ത് ഹണിമൂണും കൂടെ കൊണ്ടുപോവാ. മതി, നിർത്ത്. നീ ലൈറ്റ് ഓഫ് ചെയ്യ്. ഇത് കൊണ്ട് വെച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്യും. വലിയ ദേഷ്യം. ഇതെങ്ങനെ ശരിയാക്കും? മണിക്കുട്ടന്റെ കാര്യമാണ്. ഞാനാണെങ്കിൽ ഇന്നലെ അവളോട് പറഞ്ഞു, പക്ഷെ അവൾ അമ്പിനും വില്ലിനും അടുക്കില്ല. മണിക്കുട്ടി ദേഷ്യം വന്നിട്ട് പോയി. സോറി മാമ, ഞാനേ പെട്ടെന്ന്. എന്റെ അപ്പു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അപ്പു ആ സ്കൂട്ടർ ഡ്രൈവറും കൂടെ ഒരുമിച്ചാണോ ജനിച്ചിങ്ങോട്ട് വന്നത്? തൊട്ട് കഴിഞ്ഞാൽ ഭൂകമ്പാണല്ലോ. ഇതെന്റെ അന്നം കേട്ടാ. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യം മണിക്കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതെ, ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചു നോക്കി. അമ്മ എനിക്കും പിടി തരണില്ല. ഇനി ഒരേ ഒരു വഴിയുള്ളൂ, ഉണ്ണിയപ്പൂ സംസാരിക്കണം. ഉണ്ണിയപ്പൂ, അപ്പൂന് ഇത്രയും പ്രായമായില്ലേ, അപ്പൊ ആ പ്രായത്തിന്റെങ്കിലും പരിഗണന തരാതിരിക്കൂല. ചിലപ്പോ അപ്പു സംസാരിച്ചു നോക്കി കഴിഞ്ഞാ ഈ പ്രശ്നമൊക്കെ അങ്ങ് സോൾവ് ആവും. നിങ്ങൾ പോയി സംസാരിച്ച പ്രശ്നം തീരുന്നില്ല. നീ ഞാൻ പോയി സംസാരിച്ച എങ്ങനെ തീരും? അല്ല മാമ, മോള് പറഞ്ഞ കാര്യമുണ്ട്. മാമൻ പറഞ്ഞ മണി ചിലപ്പോ കേൾക്കും. പോ, ഈ മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടും എന്നാണല്ലോ. അതെ, മാമൻ ചെല്ലേ, മാമൻ സംസാരിക്കും. ഞാൻ പോയി പറഞ്ഞോളൂ, കേക്കൂടെ? ഞാൻ പോവാം, പക്ഷെ നിങ്ങൾ എന്റെ കൂടെ വരണം. ഞങ്ങൾ വരാം. നോക്കട്ടെ, പറഞ്ഞോക്കാം. എനിക്ക് തോന്നുന്നില്ല. മോളെ, മക്കള് കറിക്കരിയണ? കിച്ചടി ഉണ്ടാക്കാനായിട്ട് വെള്ളരിക്ക ഏറ്റുകൊണ്ടിരിക്കണം. മക്കളെ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്. എനിക്ക് മനസ്സിലായി. മാമന്റെ വരവും പരിങ്ങലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. മണിക്കുട്ടൻ ചേട്ടന്റെ കാര്യമല്ലേ? അറിയാം. എന്തിനു മക്കളെ ആവശ്യമില്ലാതെ ഇങ്ങനെ പിണങ്ങണം? എന്തിനാവശ്യമില്ലാതെ പിണങ്ങണെന്നാ? അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്റെ ചേട്ടനോട് ഒരു പിണക്കവും ഇല്ല. ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടെന്നുള്ള സത്യം തന്നെ. പക്ഷെ മറ്റേ സാധനം ഉണ്ടല്ലോ, ശ്രീകുട്ടി, അതിന്റെ പേര് കേൾക്കുമ്പോഴേ എനിക്ക് കാലിന്ന് പെരുത്തു വരും. കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പിണക്കമൊക്കെ വച്ചൊന്ന് നടക്കണം. എന്തോന്ന് കഴിഞ്ഞ് ഇപ്പൊ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇത് ഉടനെ ഒന്നും തീരുമെന്ന് തോന്നല്ല.
ഈ പ്രശ്നം തീർക്കാൻ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റും. ഇനിയിപ്പോ എന്തോന്ന് വഴി കണ്ടുപിടിക്കുക? ശരി. ഈ പച്ചടി എന്തിന്? കിച്ചടി. കിച്ചടി. ശരി നടക്കട്ടെ മക്കളെ.